ഉറ്റവർ ഉയർന്നൽകാനെടുത്തുകൊള്ളൻ രക്തവും ദുർബലർ ഭൂമിക്ക് അവകാശികളാകും എന്ന സത്യത്തെ ചേച്ചിയുടെ പേരെന്തോ? എത്ര വയസ്സുണ്ട്? 65 വയസ്സുള്ള നമ്മുടെ ഒരു അമ്മയാണ് ഈ ഇപ്പോൾ പരമ്പരാഗതമായ കയറ് പിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ മാംഗോ മെഡോ സിറ്റിയിലാണ്. ഒട്ടുമിക്ക പേരും ഈ കയറ് പിരിക്കുന്ന ഒരു കാര്യം കണ്ടു കാണില്ല. അത് ചെറുതായിട്ടൊന്ന് കാണുവാനും ആ അമ്മയെ പരിചയപ്പെടുവാനും കൂടിയാണ് എത്തിയിരിക്കുന്നത്. അമ്മ ഇത് എത്ര വർഷമായിട്ട് ഈ കയറ് പിരിക്കുന്നു? 3 വർഷം. കല്യാണം കഴിഞ്ഞില്ല, അന്നേ പിന്നെയാണ് പഠിച്ചത്. ഓക്കെ. സ്വന്തം സ്ഥലം വൈക്കം. ഈ വിവാഹം കഴിഞ്ഞാണ് കയറ് പിരിക്കുന്നത് കണ്ടു പഠിച്ചത്. അതിന് മുൻകാലത്ത് പഠിച്ചിട്ടില്ല. പരമ്പരാഗതമായി തൊഴിൽ. എന്നാ ശരി. ഒന്ന് നോക്കട്ടെ അതിൻ്റെ ഒരു. ഈ അമ്മ ആദ്യം ആ ചകിരി അവിടുന്ന് എടുത്ത് ശേഖരിച്ച് ഈ മടിയിൽ ഇങ്ങനെ വെച്ച് പൊതിഞ്ഞ് കെട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ആ കയ്യിൽ ഇങ്ങനെ കയറി പിരിക്കുന്ന ആ രീതി നമ്മളെ കാണിക്കുന്നത്. വളരെ വേഗത്തിലാണ് ഈ കയറിൻ്റെ ചകിരി അതുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കയറായിത്തീരുന്നത്. വളരെ നല്ല ഒരു കാഴ്ചയാണ്. കാരണം ഇത് പിന്നെ പിൽക്കാലത്ത് വലിയ ഒരു വ്യവസായവും വലിയൊരു തൊഴിലുമായി മാറി ധാരാളം യുവാക്കൾക്ക് തൊഴിലാകുന്ന ഒരു കയർ വ്യവസായത്തിലേക്കാണിത് എത്തപ്പെട്ടത്. അതിൻ്റെ ആദ്യത്തെ പടിയാണ്. ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അല്ലായിരിക്കും. തടി കൊണ്ടുള്ള ഒരു കറക്ക് മെഷീനൊക്കെ ആയിരിക്കും. ഇപ്പോഴാണ് ഈ തടി കൊണ്ടുള്ള ഒരു പണ്ടത്തെ മെഷീൻ. പിന്നെ ഇപ്പോൾ അത് ഇരുമ്പിൻ്റെ ഇതായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല കാഴ്ച തന്നെ. എങ്ങനെ? ഇപ്പം മെഷീനാണ്. പണ്ടൊക്കെ കൈകൊണ്ട് തന്നെയായിരുന്നു അല്ലേ? കൈകൊണ്ട് വളരെ നീണ്ട സമയം കൊണ്ടായിരുന്നു കയറ് പിരിക്കുന്നത്. ഇപ്പോൾ വളരെ വേഗതയിൽ നമ്മുടെ ആ കയറ് പിരിക്കുന്ന മെഷീനിൽ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നൂലിങ്ങനെ ഇത് ചകിരിയാണ്. ചകിരി കൊണ്ടാണ് നമ്മുടെ കയറ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കയറാവുന്ന ഒരു കാര്യമാണ്. കയറ് ചുറ്റി വലിയ ഒരു ബലമുള്ള ഒരു കയറായി മാറി. അത് ഈ കയർ കണ്ടില്ലേ? ഇതാണ് കയറിൻ്റെ ഒരു ശരിയാമേ. നന്ദി.